മത്തായി സുവിശേഷം 10-ാം അധ്യായം 26 മുതൽ 32 വരെ വചനങ്ങൾ ഈശോ പഠിപ്പിക്കുകയാണ്. ഭയം കൂടാതെ സുവിശേഷത്തിന് സാക്ഷി നൽകണം. ശിഷ്യന്മാർ ഈശോ പറയുകയാണ്, പീഡിപ്പിക്കുന്നവരെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട. മറഞ്ഞിരിക്കുന്നതും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല. അതായത് നല്ലതും ചീത്തയുമായ എല്ലാ രഹസ്യപ്രയോഗത്തിലും വെളിച്ചത്ത് വരികയും വിധിക്കപ്പെടുകയും ചെയ്യുമെന്നും അതുപോലെ സുവിശേഷത്തിൻ്റെ സത്യവും കാലക്രമേണ വെളിപ്പെടുമെന്നും അതിനാൽ പീഡകരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നും അതിനാൽ രഹസ്യമായി ഈശോ പഠിപ്പിച്ചതും കൽപ്പിച്ചതും പരസ്യമായി പ്രഘോഷിക്കുവാനും ഈശോ അവരോടും നമ്മോട് കൽപ്പിക്കുകയാണ്. അതുപോലെ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് മനുഷ്യനെയും നമ്മളെ വേദനിപ്പിക്കുന്നവരെയും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നമ്മുടെ ശരീരത്തെ മാത്രമാണ് കൊല്ലാൻ അല്ലെങ്കിൽ വേദനിപ്പിക്കാൻ കഴിയൂ. എന്നാൽ ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം ഭയപ്പെടേണ്ടതെന്ന് ഈശോ വചനത്തിലൂടെ അരുളി ചെയ്യുകയാണ്. വചനം 29 മുതൽ ഈശോ പഠിപ്പിക്കുകയാണ്, ഒരു നാണയത്തൊട്ടിന് 2 കുരുകൾ വിൽക്കപ്പെടുന്നതില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിൽ ഒന്നുപോലും നിലംപതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. അതായത് ദൈവത്തിന് മുമ്പിൽ നാം ഒരുപാട് വിലയുള്ളവരാണ്. ദൈവം അറിയാതെ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നതാണ്. അതിനാൽ പീഡനങ്ങളിൽ, വേദനകളിൽ, ബുദ്ധിമുട്ടുകളിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. വചനം 32 മുതൽ ഈശോ പഠിപ്പിക്കുകയാണ്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അത് ഈശോയും സുവിശേഷത്തെയും മറ്റുള്ള മുമ്പിൽ നാം തള്ളിപ്പറഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നാമും ഈശോയെ തള്ളിപ്പെടാം. അതിനാൽ ഈശോയെ നാം തള്ളിപ്പറയരുത്. സുവിശേഷത്തിന് ഭയം കൂടാതെ സാക്ഷ്യം നൽകണം. ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്ന മനുഷ്യനെ നാം പേടിക്കേണ്ട ആവശ്യമില്ല. ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനേക്കാൾ ഇരയാക്കാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെടുന്നവരായി മാറണം. നല്ല കൃപയ്ക്കായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കാം. സുവിശേഷ പഠനം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.